ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. OnePlus 13 അതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ അറിയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വിടുക. അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 13. അത് നമ്മളെ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കവറാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോൺ, ഇതാണ് നമ്മുടെ OnePlus 13 അതിൻ്റെ ബോക്സ് വരുന്നത്. ഫുള്ള് റെഡാണ്. ഇവിടെ 13 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ OnePlus 13 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നെവർ സെറ്റിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ OnePlus നമ്മുടെ ഫോൺ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കേസ് ആവും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഫോൺ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഇതിലുള്ള ചാർജറാണ്. 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജിങ് ആണ്. പിന്നെ നമ്മുടെ OnePlusൻ്റെ സ്ഥിരം റെഡ് വൈറ്റ് കേബിളാണുള്ളത്. Type-C കേബിളാണ്. പിന്നെ നമ്മുടെ സിം ഇജക്ടർ ടൂളും ഉണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നമ്മുടെ ബോക്സിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിക്കറാണിത്. അപ്പോൾ ഇനി നമുക്ക് ഫോണും ബാക്കി കേസും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. റഫ്നെസ് അല്ല, ഒരു പാറ്റേൺ ഉണ്ട് ഇവിടെ. OnePlus എന്ന് എഴുതിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് വിരിഞ്ഞളയാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേസാണിത്. ഇതാണ് നമ്മുടെ മൊബൈൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വിരിഞ്ഞളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇതാണ് സൈഡിൽ ലുക്ക്. പവർ ബട്ടണും വോളിയം ബട്ടണും, ഇവിടെ OnePlusൻ്റെ ലോഗോ, പിന്നെ Type-C ചാർജിങ്, പിന്നെ സിം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ആവുന്നുണ്ട് OnePlus. ഇതിൽ കളർ OS 15 ആണ്. അപ്ഡേറ്റ് 16 വന്നിട്ടില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് വന്നല്ല അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം എന്തായാലും. ഇതാണ് നല്ല അടിപൊളി ലുക്കാണ്, നല്ലൊരു പ്രീമിയം ഫീൽ തരും. പിന്നെ അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒരു കർവ്, പിന്നെ ഇങ്ങനെ ബോക്സി ഒരു ടൈപ്പ് സൈഡ് പോലെ ഉണ്ട്. അപ്പോൾ നല്ല സുഖമുണ്ട് പിടിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 13 ബാക്കിലത്തെ ലുക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസും കൂടി ഇട്ട് വെക്കാം. കേസും അതേപോലെ തന്നെ ഒരു പ്രീമിയം കേസ് പോലെ ഉണ്ട്. നല്ല അടിപൊളി ലുക്ക്, നമ്മുടെ ഒരു ഫോണിൻ്റെ ഫിനിഷ് സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ OnePlus എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. OnePlusൻ്റെ ലോഗോ നമ്മുടെ കേസിൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പ്രോസസ്സർ വരുന്നത് Snapdragon 8 Gen 3 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് 8GB അല്ല 8GB അല്ല 12GB റാമും 256 GB സ്റ്റോറേജ് ഉള്ള വെർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ ഫ്രണ്ടിൽ 16ഉം ബാക്കിൽ 58, 50 അങ്ങനെ 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 6000 mAh ആണ്. പിന്നെ അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും സ്പീക്കർ ക്വാളിറ്റിയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. 4500 നിറ്റ്സാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ HDR10+ൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോൾബി വിഷൻ അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്യാമറ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ 3 ക്യാമറയാണ്. 50 മെഗാപിക്സലിൻ്റെ 2 എണ്ണം, അതേപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയുടെയൊക്കെ സാമ്പിൾസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ക്യാമറ സാമ്പിൾസ്. അപ്പോൾ സെൽഫി കാണിച്ചു തരാം. സെൽഫി ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്യാമറ മൊത്തത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ക്യാമറയാണ്. അപ്പോൾ ഇനി സൂം ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇത്ര അകലെയുള്ള അൾട്രാ വൈഡിലെടുത്തതാണ്.
അപ്പോൾ ഇനി സൂം ചെയ്യുമ്പോൾ ഏറ്റവും സൂം ചെയ്യുമ്പോൾ ഇത്രയും കുറച്ചും കൂടിയും സൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും സൂം ചെയ്താൽ കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സംഭവം എന്ന് വെച്ചാൽ പോർട്രേറ്റ് ആണ്. അപ്പോൾ ഇതിന് പോർട്രേറ്റ് ഇത് നിങ്ങൾക്ക് നോക്കി കാണാം. കളറിങ് സംഭവങ്ങളൊന്നും ചെയ്യേണ്ട, ഓൾറെഡി നല്ല അടിപൊളി, നല്ല ഷാർപ്നെസ്, നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, നല്ല കളറിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ അടിപൊളി പോർട്രേറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലാണെങ്കിലും ഫോട്ടോസ് അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. നല്ല രീതിയിൽ നമുക്ക് വേറെ ഒന്നും എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ടി വരില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കൂടി കാണിച്ചു തരാം. വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ 1080p 30 FPS ആണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഫ്രണ്ട് ക്യാമറയിലുണ്ട്, ബാക്ക് ക്യാമറയിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ വാല്യൂ ഇതേപോലെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള വീഡിയോസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വീഡിയോസ്. ബാക്ക് ക്യാമറയിലാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും ഇതേപോലെ നല്ല ക്വാളിറ്റി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോയിൽ നമുക്ക് OISൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് ഇതേപോലെ എങ്ങനെ തിരിച്ചാലും നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, അതായത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ആക്ഷൻ ബട്ടൺ ഉണ്ട്. ഇതേപോലെ OnePlus 13 നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ, ഇങ്ങനത്തെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.